നാലാമത്തെ മൊഡ്യൂള് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ വെയിറ്റേജ് 4 വരുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിലാദ്യം സ്ട്രെസ്സും സ്ട്രെയിനും ആണ് നമ്മൾ പഠിക്കുന്നത്. സോ സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ട്രെസ് എന്ന് വിളിക്കുക. സ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രകാരം ഏതെങ്കിലും ഡയമെൻഷനിൽ ചേഞ്ച് വരും. അപ്പോൾ ചേഞ്ച് ഇൻ ഡയമെൻഷനും ഒറിജിനൽ ഡയമെൻഷനും തമ്മിലുള്ള റേഷ്യോ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദി ഒറിജിനൽ ഡയമെൻഷൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ പറയുന്ന സ്ട്രെയിൻ എന്ന് വിളിക്കുക. സ്ട്രെസ്സും സ്ട്രെയിനും പഠിച്ചു വെക്കുക. ദെൻ ഇലാസ്റ്റിറ്റി പ്ലാസ്റ്റിറ്റി ആണ്. എന്താണ് ഇലാസ്റ്റിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ അത് പഴയ പോലെ തന്നെ തിരിച്ച് പഴയ ഷേപ്പിലോട്ടും പഴയ സൈസിലോട്ടും തിരിച്ചു വരണം. അങ്ങനത്തെ പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേര്, അങ്ങനെ കാണിക്കുന്ന വസ്തുക്കളുടെ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് എന്ത്? ഈ പറയുന്ന ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. സോ ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റീല്, ഗ്ലാസ്, ക്വാർട്സ് ഒക്കെ ഇലാസ്റ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാം. ഇനി അടുത്തത് പ്ലാസ്റ്റിസിറ്റി ആണ് അടുത്ത പോയിന്റ് വരുന്നത്. അതായത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെർമനന്റ് ഡിഫോർമേഷൻ സംഭവിക്കണം. പെർമനന്റ് ആയിട്ടൊരു ചേഞ്ച് സംഭവിക്കണം. അതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ക്ലേ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഇലാസ്റ്റിക് ലിമിറ്റും അതേപോലെ ഹൂക്സ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൂക്സ് ലോ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. സ്ട്രെസ്സും സ്ട്രെയിൻ എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ അതിനെയാണ് നമ്മൾ ഹൂക്സ് ലോ എന്ന് വിളിക്കുക. സോ അവിടെ ഒരു ഇലാസ്റ്റിക് ലിമിറ്റ് എന്നുള്ള വാക്കുണ്ട്. എന്താണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് പെർമനന്റ് ആയി ഡിഫോർമേഷൻ സംഭവിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് ആണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഒരു ഗ്ലാസ്സിലോട്ട് നമുക്ക് സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നു, അത് പഴയ രീതിക്ക് തിരിച്ചു വരുന്നു. എന്നാൽ ഒരു പരിധിക്ക് അപ്പുറം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം പൊട്ടിപ്പോകും. അപ്പോൾ ഒരു മാക്സിമം ലെവൽ ഉണ്ട്. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ്സിന് ഒരു മാക്സിമം, അത് ഏതൊരു ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിലും മാക്സിമം ലെവൽ ഉണ്ട്. ആ മാക്സിമം ലെവലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വിളിക്കുക. സോ അത് നോക്കി വെക്കുക. ദെൻ ഹൂക്സ് ലോ പ്രകാരം സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിൽ നിന്ന് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് കിട്ടും. ആ കോൺസ്റ്റന്റ് ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി 3 ടൈപ്പ് ഉണ്ട്. അത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം യങ്സ് മോഡുലസ്. സോ എന്താണ് യങ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയുന്ന 2 ടൈപ്പ് സ്ട്രെയിനും സ്ട്രെസ്സുകളുണ്ട്. ഏതൊക്കെയാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. നമുക്കറിയാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് ഈ പറഞ്ഞ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയുടെ ഇക്വേഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ യങ്സ് മോഡുലസ് ഈക്വൽ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ചെയ്താൽ മതി. സോ അതിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് എക്സ്പ്രഷൻ യങ്സ് മോഡുലസ് y is equal to FL ഡിവൈഡ് ബൈ A ഡെൽറ്റ L കിട്ടും. F ഫോഴ്സ് ആണ്, L ലെങ്ത് ആണ്, A ഏരിയ ആണ്, ഡെൽറ്റ L എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. സോ അത് നോക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞാൽ അടുത്തത് ഇതിൽ തന്നെ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. y is equal to mgl ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ ഡെൽറ്റ L. ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുകയാണ്, അത്തരം കേസുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹാങ് ചെയ്ത് കിടക്കുന്ന കേസുകളിലാണ് അത് ഉപയോഗിക്കുക. mgl ഡിവൈഡ് ബൈ പൈ ആർ സ്ക്വയർ ഡെൽറ്റ L. അത് കഴിഞ്ഞാൽ അടുത്തത് റിജിഡിറ്റി മോഡുലസ് ആണ്. അതായത് ഷേപ്പിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ആണ്. മറ്റേ യങ്സ് ലെങ്ത്തിൽ ചേഞ്ച് ഉള്ളപ്പോഴായിരുന്നു ഇത് ഷേപ്പിൽ. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും ആണ്. സോ റിജിഡിറ്റി മോഡുലസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. അതിൽ നിന്നും റിജിഡിറ്റി മോഡുലസ് ഈക്വൽ ടു എഫ് ബൈ എ തീറ്റ ആണ് നമുക്ക് ഇക്വേഷൻ കിട്ടും. എഫ് ബൈ എ തീറ്റ. ഇനി അടുത്തത് ബൾക്ക് മോഡുലസ്. വോളിയം സ്ട്രെസ്സും വോളിയം സ്ട്രെയിനും കൂടി ഡിവൈഡ് ചെയ്യുമ്പോഴാണ്, അതായത് വോളിയത്തിലുള്ള ഇലാസ്റ്റിറ്റി ആണ് തരുന്നത്. വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. സോ അതിന്റെ ഇക്വേഷൻ വരിക ബി ഈക്വൽ ടു മൈനസ് പി വി ബൈ ഡെൽറ്റ വി. ഇവിടെ തന്നെ നിങ്ങൾ എന്ത് പഠിച്ചു വെച്ചേക്കാം? ഈ കേസിൽ ഇതിന്റെ റെസിപ്രോക്കലിനെ നമ്മൾ കംപ്രസിബിലിറ്റി എന്ന് വിളിക്കാറുണ്ട്. അത് ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കലിനെ കംപ്രസിബിലിറ്റി എന്ന് വിളിക്കാറുണ്ട്. അതും കൂടി നോക്കുക. ഇനി അടുത്തത് പ്രഷർ ആണ്. നോർമൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രഷർ എന്ന് വിളിക്കുക. സോ എഫ് ബൈ എ യൂണിറ്റ് വരെ പാസ്കൽ പറയാം, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സ്ട്രെസ്സിനും സെയിം ഇക്വേഷനും സെയിം യൂണിറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. സോ പാസ്കൽ എന്നുള്ള യൂണിറ്റ് ആണ് പ്രഷറിനെ പൊതുവെ നമ്മൾ പറയാറുള്ളത്. ഇനി അടുത്ത ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡിനകത്ത് ഉണ്ടാകുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്നുള്ളത്. ഇനി അത് കഴിഞ്ഞാൽ അബ്സലൂട്ട് പ്രഷർ, ഗോജ് പ്രഷർ. എന്താണ് അബ്സലൂട്ട് പ്രഷർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വാക്വത്തിനെയോ അല്ലെങ്കിൽ എഫ് ബി ആയിട്ടുള്ള സ്പേസിനെയോ റെഫറൻസ് ആക്കി എടുത്തിട്ട് ഒരു സ്ഥലത്തെ പ്രഷർ പറയുന്നതിനെയാണ് നമ്മൾ അബ്സലൂട്ട് പ്രഷർ എന്ന് വിളിക്കുക. ഗോജ് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയർ പ്രഷറും അബ്സലൂട്ട് പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ്. അബ്സലൂട്ട് പ്രഷർ എന്ന് അറ്റ്മോസ്ഫിയർ പ്രഷർ കുറച്ച് എന്താണ് കിട്ടുക, അതിനെയാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ റിലേറ്റീവ് പ്രഷർ എന്ന് പറയാം. ഇനി അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ഭാഗം സർഫസ് ടെൻഷൻ ആണ്. പക്ഷെ എന്താണ് സർഫസ് ടെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർഫസിലുള്ള മോളിക്യൂൾസിന്റെ അട്രാക്ഷൻ കാരണം ആ സർഫസിലെ മോളിക്യൂൾസ് എന്ത് ചെയ്യിച്ചിട്ട് വലിഞ്ഞിങ്ങനെ നിൽക്കും. സോ അത് സ്ട്രെച്ച് ചെയ്ത് ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ നിൽക്കും. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സർഫസ് ടെൻഷൻ എന്ന് വിളിക്കാം. ഇനി സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കി വെക്കാം. സർഫസ് ടെൻഷൻ ഈക്വൽ ടു എഫ് ബൈ എൽ ആണ്. സോ ഫോഴ്സ് ബൈ യൂണിറ്റ് ലെങ്ത് എന്നും വിളിക്കാം. ഫോഴ്സ് ബൈ യൂണിറ്റ് ലെങ്ത്.
F/L ആണ്. യൂണിറ്റ് വരിക ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. സർഫസ് ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ സർഫസ് ഏരിയ കുറയും. സർഫസ് ടെൻഷൻ കൂടിയ ലിക്വിഡിന് നമുക്ക് നനയ്ക്കാൻ സാധിക്കില്ല. ഒരു സർഫസിൽ ഒഴിച്ചാൽ നനയില്ല. ഈ ചേമ്പിലിൽ വെള്ളം ഒഴിച്ച മാതിരിയായിരിക്കും. സർഫസ് ടെൻഷൻ കുറയുന്തോറും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നനയ്ക്കാൻ പറ്റും. ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. സർഫസ് ടെൻഷന്റെ മെയിൻ ആപ്ലിക്കേഷൻസ്, ഇൻസെക്റ്റുകൾ വെള്ളത്തിന് മേലെ നടക്കുന്നു, ബബിൾസിന്റെ ഷേപ്പ് സ്ഫെറിക്കലാണ്, ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സിന്റെ ഷേപ്പ് സ്ഫെറിക്കലാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറിയിൽ പറയാൻ പറ്റും. ദെൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട്, ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളൊരു സർഫസിലോട്ട് വെള്ളം ഒറ്റിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ലിക്വിഡ് ഒറ്റിക്കുന്ന സമയത്ത് ആ ലിക്വിഡ് ഒന്നുകിൽ സ്പ്രെഡ് ആവാം, അല്ലെങ്കിൽ എന്താവാം, അതവിടെ സ്പ്രെഡ് ആവാണ്ട് ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് നിൽക്കാം. ഫസ്റ്റ് കേസിലാണ് ഡ്രോപ്പ് ആയി നിൽക്കുന്നത്, രണ്ടാമത്തെ കേസിലാണ് അത് സ്പ്രെഡ് ആയി നിൽക്കുന്നത് കേട്ടോ. സോ ഇവിടെ ആ ഒഴിക്കുന്ന സർഫസും ആ ലിക്വിഡിന്റെ സർഫസിൽ വരയ്ക്കുന്ന ടാൻജന്റും കൂടി ലിക്വിഡിന് ഉള്ളിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് വിളിക്കുക. ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട് രണ്ട് രീതിയിൽ വരാം. ഇപ്പോൾ ഫസ്റ്റ് ചിത്രത്തിൽ കണ്ടില്ലേ, അത് അവിടെ സ്പ്രെഡ് ആവാണ്ട് ഡ്രോപ്പ് ആയി നിൽക്കുകയാണ്. അതിൽ 90 ഡിഗ്രിയേക്കാൾ മേലെയാണ്, ദാറ്റ് ഈസ് കോൾഡ് ഒബ്റ്റ്യൂസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ അത് സ്പ്രെഡ് ആവുന്നുണ്ട്, രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ ഒലിച്ച് പോകുന്നുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് അക്യൂട്ട് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. സോ അത് നോക്കി വെച്ചേക്കുക. അടുത്തത് കാപ്പിലാരിറ്റി ആണ്. വാട്ട് യു മീൻ ബൈ കാപ്പിലാരിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇറ്റ് ഇസ് എ റൈസ് ഓർ ഡിപ്രഷൻ ഓഫ് എ ലിക്വിഡ് ഇൻ എ നാരോ ട്യൂബ് ഓർ എ മൈന്യൂട്ട് ഹോൾസ്. ചെറിയ ട്യൂബുകൾ വഴിയോ മൈന്യൂട്ട് ആയിട്ടുള്ള ഹോൾസ് വഴിയോ ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുകയാണെങ്കിൽ അത് നമുക്ക് കാപ്പിലാരിറ്റി, താഴുകയാണെങ്കിൽ കാപ്പിലാരിറ്റി വിളിക്കാം. ഉയരുകയാണെങ്കിൽ അതിനെ കാപ്പിലറി റൈസ് എന്നും, താഴെയാണെങ്കിൽ കാപ്പിലറി ഡിപ്രഷൻ എന്നും വിളിക്കാം. കാപ്പിലറി റൈസിൽ നിങ്ങളുടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരിക അക്യൂട്ട് ആയിരിക്കും. കാപ്പിലറി ഡിപ്രഷനിൽ നിങ്ങളുടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരിക ഒബ്റ്റ്യൂസ് ആയിരിക്കും. സോ അത് നോക്കി വെച്ചേക്കുക കേട്ടോ, അത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി രണ്ട് രീതിയിലാണ് പൊതുവെ ഈ ഫ്ലൂയിഡുകൾ ഫ്ലോ ചെയ്യുക. സ്ട്രീം ലൈൻ ആവാം, ടർബുലന്റ് ആവാം. സ്ട്രീം ലൈൻ വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ആണ്, സ്മൂത്ത് ആണ്, 1/1 ആണ്. എന്നാൽ ടർബുലന്റ് വെച്ച് കഴിഞ്ഞാൽ അവര് അൺസ്റ്റഡി ആയിട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക, ഇറഗുലർ ആണ്, സിക്സാക് മാനറിലായിരിക്കും. ദെൻ ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ താഴെയാണ് സ്ട്രീം ലൈൻ ഫ്ലോയിലുള്ള എല്ലാ പാർട്ടിക്കിൾസും ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നാൽ ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ മേലെയാണ് വെലോസിറ്റി ഉണ്ടായിരിക്കുക ഇതില് ടർബുലന്റ് ഫ്ലോയിൽ ഉണ്ടായിരിക്കുക. ദെൻ സ്ട്രീം ലൈൻ ഫ്ലോയില് സിംഗിൾ വെലോസിറ്റി കാണിക്കും, ടർബുലന്റ് ഫ്ലോയില് മൾട്ടിപ്പിൾ വെലോസിറ്റിയാണ് കാണിക്കുക. ഇനി അത് കഴിഞ്ഞാൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ് വരുന്നത്. അതിന്റെ പ്രൂഫ് നന്നായി പഠിക്കുക. ദെൻ അതിന്റെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, A1V1 is equal to A2V2 കേട്ടോ. അതായത് ഏരിയയും വെലോസിറ്റിയും മൾട്ടിപ്ലൈ ചെയ്ത എല്ലാ സമയത്തും നമുക്ക് എന്ത് കിട്ടണം, ഒരേ വാല്യൂ കിട്ടണം. സോ ആ കാര്യം ശ്രദ്ധിക്കുക, അതിന്റെ പ്രൂഫ് നന്നായി പഠിച്ചു വെച്ചേക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് പഠിക്കാൻ വരുന്ന ബെർണോളിസ് തിയറമാണ്. ബെർണോളിസ് തിയറം വളരെ സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ഒരു ഫ്ലൂയിഡ് ഒഴുകുന്ന സമയത്ത് അയാൾക്ക് 3 എനർജി ഉണ്ടാവും, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, പ്രഷർ എനർജി. ഈ 3 എനർജീസ് എവിടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സെയിം ആൻസർ കിട്ടും. നമുക്ക് സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി, പ്രഷർ എനർജി ആൻഡ് കൈനറ്റിക് എനർജി വിൽ ബി കോൺസ്റ്റന്റ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏത് ഭാഗത്താണോ നിങ്ങളുടെ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി കൂടുക, അപ്പോൾ കൈനറ്റിക് എനർജി കൂടും, അതിനനുസരിച്ച് പ്രഷർ എനർജി കുറയും. ദാറ്റ് മീൻസ് വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും, ആ ഭാഗത്ത് പ്രഷർ കുറയും. ഇതിന്റെ ബേസിൽ നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻസ് രണ്ടെണ്ണം പറയാറുണ്ട്. ഒന്ന് അറ്റോമൈസർ, രണ്ടാമത്തത് എയർ ഫോയിൽ. സോ എന്താണ് അറ്റോമൈസർ വയ്ക്കുകയാണെങ്കിൽ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് അറ്റോമൈസർ. നിങ്ങളുടെ സ്പ്രേ ബോട്ടിലൊക്കെ നമ്മൾ അവിടെ പിസ്റ്റൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ടി ജംഗ്ഷൻ കണ്ടില്ലേ, ആ ടി ജംഗ്ഷനിൽ എയർ പുറത്തു പോകും. അപ്പോൾ എയർ പുറത്തു പോയി പറഞ്ഞാൽ എയറിന്റെ വെലോസിറ്റി കൂടി. എയറിന്റെ വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ അവിടെ പ്രഷർ എന്ത് ചെയ്യും, കുറയും. സോ ടി ജംഗ്ഷൻ പ്രഷർ കുറയും. പക്ഷെ താഴെ ലിക്വിഡിന്റെ ഭാഗമല്ലേ, അവിടെ പ്രഷർ കൂടുതലാവും. ആ ലിക്വിഡിന്റെ ഭാഗത്ത് നിന്ന് ലിക്വിഡ് മേലേക്ക്, ആ പ്രഷർ ഡിഫറൻസ് കാരണം മേലേക്ക് വരും. മേലേക്ക് ടി ജംഗ്ഷനിലേക്ക് ലിക്വിഡ് എത്തിക്കഴിഞ്ഞാൽ അവിടെ എയർ ഇങ്ങനെ സ്പീഡിൽ പോവാണ്. ഈ എയറും ലിക്വിഡും കൂടി മിക്സപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് സ്പ്രേ ആയിട്ട് തെറിക്കും. ഇതാണ് സംഭവിക്കുക. സോ ഈ കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് എയർ ഫോയിൽ. എയർ ഫോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ ലിഫ്റ്റിംഗ് എഫക്റ്റോ ഫ്ലോട്ടിംഗ് എഫക്റ്റോ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോളിഡ് ഒബ്ജക്ട്സിന്റെ ഷേപ്പാണ്. സോ നമ്മൾ ഈ എയറോപ്ലെയിൻസിന്റെ വിങ്സ്, ബൂമറാങ്ങിന്റെ ഷേപ്പ്, പക്ഷികളെ ചിറകുകളൊക്കെ ഈ ഒരു രീതിക്കായിരിക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കുക. സോ ഇവിടെ ആ പ്രത്യേക ഷേപ്പ് കാരണം മേലെ കൂടെ, ആ എയർഫോളിന്റെ മേലെ കൂടെ കൂടുതൽ എയർ പാസ് ചെയ്യും. കൂടുതൽ എയർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അവിടുത്തെ വെലോസിറ്റി കൂടിയ പ്രഷർ കുറയും. താഴെ എയർഫോളിന് താഴെ പ്രഷർ കൂടുതലായിരിക്കും, മേലെ കുറവായിരിക്കും. കൂടിയ പ്രഷറുള്ള ഭാഗത്ത് നിന്ന് മേലേക്ക് എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് അപ്ലൈ ആവും. അങ്ങനെയാണ് ആ സാധനം ലിഫ്റ്റ് ചെയ്യുന്നത്. ആ കാര്യം നോക്കി വെക്കുക. ഇനി അടുത്തത് വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്ന ഒരു ഫോഴ്സ്, അത്രേ ഉള്ളൂ. ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് വിസ്കസ് ഫോഴ്സ് എന്ന് വിളിക്കുക. വിസ്കോസ് ഫോഴ്സ് കണ്ടെത്താൻ F is equal to ഈറ്റ ഇൻറ്റു A ഇൻറ്റു V2 മൈനസ് V1/d എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. സോ അത് നോക്കി വെക്കുക. അവിടെ ഈറ്റ നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അത് കഴിഞ്ഞാൽ സ്റ്റോക്സ് തിയറമാണ്. അത് വിസ്കസ് ഫോഴ്സ് കണ്ടെത്താനാണ്. F is equal to 6π ഈറ്റ RV കേട്ടോ. ആ ഇക്വേഷൻ മാത്രം നന്നായി പഠിച്ചു വെക്കുക. സോ ഇത്രയും ഭാഗങ്ങളാണ് കൃത്യമായിട്ട് ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ടത്.